ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ സ്നേഹപൂർവമായ പ്രാർത്ഥനാശംസകൾ നേരുന്നു. ദൈവപിതാവിൻ്റെ ഊഷ്മളമായ സ്നേഹം മാംസം ധരിച്ചതാണ് കർത്താവായ യേശുക്രിസ്തു. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. യേശു ഈ ലോകത്തിലേക്ക് വന്നത് സ്നേഹത്തിൻ്റെ ഒളിമങ്ങാത്ത പ്രഭയുമായിട്ടാണ്. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. കർത്താവിനെ നിഷ്കളങ്ക മനസ്സോടെ നോക്കുന്നവരുടെ ജീവിതങ്ങളും പ്രകാശിതമാകും. ഒപ്പം അവർക്ക് ചുറ്റുമുള്ള മനുഷ്യരും പ്രകാശിതരാകും. ദൈവപിതാവിൻ്റെ സ്നേഹം ഭൂമിയുമായി പങ്കുവയ്ക്കാൻ വന്ന യേശുവിൻ്റെ ജനനം ക്രിസ്തുമസ് നൽകുന്നത് പങ്കുവയ്ക്കലിൻ്റെ സന്ദേശമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. യേശുവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ കൽപ്പന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പങ്കുവയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് നമുക്കും മറ്റുള്ളവർക്കും ജീവിത ബന്ധിയായി മാറുന്നത്. ക്രിസ്തുമസിൻ്റെ അന്തസത്ത മനസ്സിലാക്കി സ്നേഹത്തിൻ്റെ സന്ദേശവാഹകരായി മാറുവാൻ കാലിത്തൊഴുത്തിൽ സ്നേഹത്തിൻ്റെയും എളിമയുടെയും രൂപമെടുത്ത യേശു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ സന്തോഷമാണ് ക്രിസ്തുമസിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത. ദൈവം നമ്മോടൊപ്പം നമ്മളിൽ ഒരുവനായി പിറന്നതിൻ്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുമ്പോഴെല്ലാം നമ്മുടെ ഹൃദയങ്ങൾ സന്തോഷപൂരിതമാകും. ഈ ലോകം മുഴുവൻ്റെയും നാഥനായ ദൈവം ഏറ്റവും ദരിദ്രനായി പിറന്ന് ജീവിച്ചുകൊണ്ട് മനുഷ്യരോട് താതാത്മ്യം പ്രാപിക്കുകയും അതിൽ പൂർണ്ണ സന്തോഷം കണ്ടെത്തുകയും ചെയ്തു. യേശു തൻ്റെ ഏതവസ്ഥയിലും പൂർണ്ണ സന്തോഷവാനായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുകയാണ് ആത്മസന്തോഷത്തിൻ്റെ അടിത്തറയായി യേശുവിനുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതവേദികളിലും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവം തന്നവയിൽ സംതൃപ്തി കണ്ടെത്താനായാൽ ജീവിതത്തിലുടനീളം നമ്മുടെ ഏതവസ്ഥയിലും സന്തോഷം കണ്ടെത്താനാകും. അനുരഞ്ജനമാണ് ക്രിസ്തുമസിൻ്റെ മറ്റൊരു പ്രത്യേകത. സ്വാർത്ഥത മൂലം ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവവുമായി ബന്ധിപ്പിക്കുവാൻ പിറവിയെടുത്തവനാണ് യേശുക്രിസ്തു. ക്രിസ്തുമസിൻ്റെ ഈ അവസരം അറ്റുപോയ ദൈവ മനുഷ്യ ബന്ധങ്ങളെ കൂട്ടിയിണക്കുവാൻ ആകട്ടെ. സഹോദരങ്ങളുടെ മുമ്പിൽ എളിമയോടെ താഴ്ന്നുകൊണ്ട് അവരുമായി രമ്യപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണുപോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം ചെയ്തുകൊണ്ട് നിഷ്കളങ്ക സ്നേഹത്താൽ പരസ്പരം രമ്യപ്പെടാം. ത്യാഗമാണ് ക്രിസ്തുമസിൻ്റെ മറ്റൊരു സന്ദേശം. ത്യാഗത്തിൻ്റെ ആൾരൂപമാണ് യേശുക്രിസ്തു. ദൈവികത്വം മാറ്റിവെച്ചുകൊണ്ട് കൊടും തണുപ്പിലും വൃത്തിഹീനമായ സാഹചര്യത്തിലും ദൈവം മനുഷ്യനായി പിറന്നത് തൻ്റെ ത്യാഗസമ്പൂർണമായ ജീവിതത്തിലൂടെ ഈ ലോകത്തെ നേടാനും അനേകരുടെ നേടാൻ വേണ്ടിയാണ്. അനേകരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മുടെ ജീവിതങ്ങൾ. ഈ തിരിച്ചറിവ് നമ്മെ ത്യാഗസമ്പന്നരാക്കി മാറ്റേണ്ടതുണ്ട്. അനുദിന ജീവിതത്തിലെ ചെറിയ ത്യാഗങ്ങളിലൂടെ അനേകരെ നമുക്ക് നേടാനാകും. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. വീടിൻ്റെ വാതിൽ ചെറുതാണ്, അതിനേക്കാൾ ചെറുതാണ് പൂട്ട്, പൂട്ടിനേക്കാൾ ചെറുതാണ് താക്കോൽ. എന്നാൽ ഒരു ചെറിയ താക്കോൽ കൊണ്ട് വീട് മുഴുവനും തുറക്കാനാകും. അങ്ങനെ ചെറിയ ത്യാഗത്തിന് വലിയ മാറ്റങ്ങൾ വരുത്താനാകും. നമ്മുടെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ വഴി അനേക നന്മകളിലേക്ക് തുറക്കാനാകും. തൻ്റെ ജനനവും സാന്നിധ്യവും സാമീപ്യവും കൊണ്ട് ലോകം മുഴുവൻ നന്മ പൂരിതമാക്കിയ യേശുവിൻ്റെ ജീവിത മാർഗം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവയെ എല്ലാം പ്രകാശപൂരിതമാക്കാം. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം പിറക്കും മണ്ണിൻ്റെ മാറിൽ നമുക്കൊരു പുൽക്കൂടു തീർക്കാം. സ്നേഹത്തിൻ പൂക്കളാൽ തോരണം ചാർത്താം, സാമോദമാഘോഷിക്കാം.